ഹായ്, എൻ്റെ പേര് ഡോക്ടർ രാജീവ്. ഞാൻ KM ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് KMC ചെങ്ങന്നൂരിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. വെൽക്കം ടു ക്ലബ് FM. റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ആലോചിക്കുന്നത് MVDനെയാണ് ആദ്യം തന്നെ. പക്ഷേ റോഡ് സേഫ്റ്റിക്ക് തന്നെ പല ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. റോഡ് സേഫ്റ്റിയും ഹോസ്പിറ്റലും തമ്മിൽ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കണക്റ്റഡ് ആയിരിക്കണമെന്നാണ് വിശ്വസിക്കുന്നത്? ഒന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് MVDയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പം ആൾക്കാർ ആദ്യം തന്നെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പല മാനദണ്ഡങ്ങൾ വെച്ചെങ്കിലും എല്ലാവരുടെയും വിചാരം ഇത് അവരുടെ നിന്ന് പൈസ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതായത് ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹെൽമെറ്റ്, ഇത് സീറ്റ് സെൽഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണല്ലോ ബേസിക്കലി വെക്കുന്നത്. പക്ഷേ ഇതെല്ലാം വെക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ശരിക്കുമുള്ള ഈ അത് ചെയ്യാത്തത് കൊണ്ട്, ഈ റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് അതുവഴി അവർ പേഷ്യൻസായി മാറുന്ന ആൾക്കാർ ഞങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം ബേസിക്കലി ഇതിനകത്തുള്ള ഈ ഓരോ ആസ്പെക്ട്സിലും അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ലോങ് ടൈം പ്രോബ്ലംസ് അത് ആൾക്ക് സംഭവിക്കുക, അപകടത്തിൽ ആൾക്ക് സംഭവിക്കുന്നതുകൊണ്ട് മാത്രമല്ല അവരുടെ ഫാമിലി അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അത് എത്ര നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ ന്യൂറോ സർജനോ അല്ലെങ്കിൽ ഈ ട്രോമയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെ ശരിക്കും പറയാൻ കഴിയത്തുള്ളൂ. അതൊരിക്കലും നമ്മളൊരു MVDക്കോ അതോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ പറയാൻ കഴിയത്തില്ല. കാരണം അവർ ആ ആക്സിഡൻറ്റോടുകൂടി അവരുടെ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വരുത്താതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ആശുപത്രി എത്തിക്കുക എന്നുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടുകാർ അറിയുന്നുണ്ടോ? അറിയുന്നേ ഇല്ല. അപ്പോൾ ശരിക്കും അത് ഈ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം ശരിക്കും അത് എന്തെല്ലാം അതിനകത്തുള്ള കെവേറ്റ്സ് ഉണ്ട്, അതെല്ലാ കാര്യങ്ങളും നോക്കി നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ പല പ്രശ്നങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് കൂടുതലും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള റോഡ് സൈഡിലുള്ള അപകടങ്ങൾ കുറച്ചും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചുരുക്കം എത്ര കേസസുകൾ ഒരു മാസം നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്? സാധാരണഗതിയിൽ ഇത് ഈ ആക്സിഡൻസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലായിട്ടൊന്നല്ല, ഇപ്പോൾ ഒരു ജില്ലാതലത്തിനുമൊക്കെ ഇപ്പം പോലീസിൻ്റെ എല്ലാ വർഷവും അവരുടെ മാസക്കണക്കിന് അല്ലെങ്കിൽ ഒരു ഇയർലി വരെ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ഒരു സൈഡിൽ നാഷണൽ ഹൈവേയും തൊട്ടപ്പുറത്തെ സൈഡിൽ MC റോഡൂടെ ഉള്ള സ്ഥലമാണ്. മാത്രമല്ല ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡ്സ് വളരെ കൂടുതലാണ്, പോപ്പുലേഷൻ സാന്ദ്രത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സ്പീഡ് വെഹിക്കിൾസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അപകടങ്ങൾ കൂടുതൽ വരാനുള്ളത്. ബിസി റോഡ്സ് രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം എന്നുള്ള സെൻട്രൽ റൂറലൊക്കെ ഡിവൈഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് നടക്കുന്നതും അത് കാരണമുള്ള വൈകല്യങ്ങൾ, മോർബിഡിറ്റി ഉണ്ടാക്കുന്നതും മോർട്ടാലിറ്റി, മരണങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിലാണ്. ഒരു ഏകദേശ കണക്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഇതേ ഈ റോഡ് തന്നെയാണ് എല്ലാ ഹോസ്പിറ്റൽസും ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലും ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ്. അത് ഡിപ്പെൻഡ് ചെയ്യും, പല സമയത്തായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്പറിൽ വലിയ ഫാക്റ്റ് ഇല്ലാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, പെർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ എന്നുള്ള രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ബേസിക്കലി ഒരു പോളി ട്രോമയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ട്രോമ കേസിൽ ബേസിക്കലി ന്യൂറോ സർജൻ എന്ന് ഞാൻ ഒരു ഏപെക്സിൽ വർക്ക് ചെയ്യുന്നത് നമ്മളത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ബേസിക്കലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു പേഷ്യൻറ്റിന് പല ആസ്പെക്ട്സിനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾക്ക് ആദ്യം ഇത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ന്യൂറോ സർജറി വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. കാരണം ഞാൻ തലച്ചോറിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങളുമാണ് നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ന്യൂറോ സർജറി എപെക്സിലായി നിൽക്കുന്നു എന്നുള്ളത് പറയാം നമുക്ക്. ഓക്കെ, ഒരു പോളിട്രോമ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു വേർഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായി. ഇപ്പോൾ എന്താണ് ആക്ച്വലി ഇത് മീൻ ചെയ്യുന്നത്? ബേസിക്കലി ഒരു പോളിട്രോമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. ഇപ്പോൾ തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, തൈറോയിഡിൻ്റേതായുള്ള ഇപ്പോൾ ജനറൽ സർജനാണെങ്കിൽ ജനറൽ സർജൻ, അല്ലെങ്കിൽ ഓൺകോ സർജനാണെങ്കിൽ ഓൺകോ സർജൻ തൈറോയിഡിൻ്റേതായ സർജറി ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ആ ഒരൊറ്റ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ അതുവഴി പിന്നീട് ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. ഒരു ട്രോമ കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഭിന്നമാണ്. ഓരോ ആക്സിഡൻറ്റും ഓരോ ആൾക്കാർക്കും പറ്റുന്ന ഇഞ്ചുറി വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനകത്ത് ആൾക്ക് സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാകാം. തലച്ചോറിന് പറ്റാം, ഹൃദയത്തിന് പറ്റാം, ലങ്സിന് പറ്റാം, കിഡ്നി പറ്റാം, അങ്ങനെ പല സ്ഥലത്ത് എല്ലുകൾ ഒടിയാം. അപ്പോൾ ബേസിക്കലി ഇതാണ് ഈ പോളിയോട്രോമ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദെയർ ഓൺ ഫീൽഡ് എല്ലാവരും കൂടി യോജിച്ചാൽ മാത്രമേ ഈ പോളിയോട്രോമ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ട്രോമ കേസും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, പല സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി,
ട്രോമാ സർജൻസ്, അനസ്തീഷ്യ, അങ്ങനെ പല വിഭാഗത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സോടും ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്ന ആ ഒരു ടീമിനാണ് നമ്മൾ പോളിയോ ട്രോമ മാനേജ്. അപ്പോൾ ഓരോ കേസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ ആക്സിഡന്റിൽ നമുക്ക് എന്ത് പ്രശ്നം വേണമെങ്കിലും സംഭവിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പൈൻ ഇഞ്ചുറി ആയിരിക്കാം. ഇത് പക്ഷേ ഭയങ്കര ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതെന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ATL പ്രോട്ടോകോൾ വെച്ചാണ്. അത് ട്രോമ ലൈഫ് സപ്പോർട്ട്, അക്യൂട്ട് ട്രോമ ലൈഫ് സപ്പോർട്ട് പ്രോഗ്രാം വെച്ചാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ നോക്കുന്നത്. ആദ്യം നോക്കുന്ന എമർജൻസി ഫിസിഷ്യൻ ആയിരിക്കും. അപ്പോൾ എമർജൻസി ഫിസിഷ്യനായിട്ട് നോക്കുമ്പോൾ ആദ്യം എയർവേ, ആൾ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് ബ്രീത്തിങ്, അതായത് ലങ്സിൻ്റെ വികസനം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. മൂന്നാമത് സർക്കുലേഷൻ, അതായത് ഹാർട്ട് റേറ്റ് ഉണ്ടോ, പൾസ് BP ഉണ്ടോ, അതായത് ഫ്ലൂയിഡ് എന്തെങ്കിലും പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നാലാമത്തെ പറ്റാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഡിസബിലിറ്റിയാണ് നമ്മുടെ വൈകല്യങ്ങൾ, അതായത് ആളുടെ സംസാരം, കണ്ണിൻ്റെ റിയാക്ഷൻ, മുഖം, കാലും കൈയും ഒക്കെ അനക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പോൾ എയർവേയും ബ്രീത്തിങ്ങും സർക്കുലേഷനും ശരിയായാൽ മാത്രമേ നമുക്ക് അടുത്ത ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ. ബേസിക് 3 സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കൈയും കാലും ഒക്കെ അനക്കുന്നുണ്ടോ നോക്കും. പിന്നെ അനക്കമില്ല എങ്കിൽ പിന്നെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുക, അതായത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ സ്റ്റെബിലൈസ് ചെയ്താൽ പേഷ്യൻറ്റ് സ്റ്റേബിളായി. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകും. അതായത് അപകടം, ഇപ്പോൾ മുഖത്ത് വലിയ മുറിവുണ്ട്, അല്ലെങ്കിൽ ബോധം കെട്ടുപോയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ CT, തലച്ചോറിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ തലയുടെ ഇതെടുക്കുന്നു, സ്പൈൻ ക്ലിയർ ചെയ്യുന്നു. വേദനയുണ്ടെന്ന് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ 2 രീതിയിലായിരിക്കും പോകുന്നത്. സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്, സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ഒരു CT എടുക്കേണ്ടി വരും. പോളിയോ ട്രോമ പ്രോട്ടോകോൾ എന്ന് പറയാം. തലച്ചോറ് തൊട്ട് താഴെ വരെ, തലയോട്ടി തൊട്ട് താഴെ വരെ എടുക്കുന്ന ഒരു CT സ്കാൻ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ ഓരോ പ്രശ്നം എന്തൊക്കെയാണെന്ന് അറിഞ്ഞ്, അതായത് ഇപ്പോൾ പുറത്ത് വേദനയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റേ എടുക്കുമായിരിക്കും. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ വയറിനകത്ത് എന്തെങ്കിലും തടിച്ച് നീർക്കെട്ട് പോലെ ഉണ്ട്, വയർ വീർത്ത് വരുവാണെങ്കിൽ ചിലപ്പോൾ CT സ്കാൻ എടുക്കുമായിരിക്കും. അപ്പോൾ ബേസിക്കലി വരുന്ന ആൾക്കാർ ആദ്യം ക്ലിനിക്കലി നോക്കും. അത് കഴിഞ്ഞ് ഇമേജിലോട്ട് പോകും. ഇമേജ് കൂടുതലും എടുക്കുന്ന CT സ്കാനോ അൾട്രാസൗണ്ടോ എക്സ്റേയോ അങ്ങനെയുള്ള പല ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു നോർമൽ കേസസിനാണെന്ന് തോന്നുന്നു. ഞാൻ നോർമൽ കേസസ് എന്നല്ല, എല്ലാ കേസിലും നമ്മൾ ഈ പ്രോട്ടോകോളിലാണ് പോകുന്നത്. ആള് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നേരെ തന്നെ റീസസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു, അതായത് ഹൃദയടിപ്പില്ല, ശ്വാസമില്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ CPR കൊടുക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞാൽ CT കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ സർജറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെയാണ്? സർജറി എന്ന് പറഞ്ഞ പ്രോസസ്സിലോട്ട് പോകുന്നത് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ന്യൂറോ സർജിക്കൽ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പം തലച്ചോറിനകത്ത് അല്ലെങ്കിൽ തലച്ചോറിന് വെളിയിൽ തലയോട്ടിക്കകത്ത് ഒരു ബ്ലീഡിംഗ് ഉണ്ടെന്ന് കാണുന്നു. അതല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ കംപ്രഷൻ, ഒരു ഫ്രാക്ചർ, നട്ടെല്ലിൻ്റെ വെർട്ടിബ്ര പൊട്ടിയിട്ട് സ്പൈനൽ കോഡിൽ കംപ്രസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷന് ആൾക്ക് ഒന്നെങ്കിൽ തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒരു സൈഡിൽ ബലക്കുറവ് വരാം, അബോധാവസ്ഥ വരാം, അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ പ്രശ്നങ്ങൾ കാരണം കാല് 2 തളർന്നു പോകാം, അല്ലെങ്കിൽ കൈയും കാലും തളർന്നു പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷന് നമ്മൾ അത് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ബേസിൽ നമ്മൾ സർജറി എടുത്ത് അത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും മരണസാധ്യത കുറയ്ക്കാനുമായി സാധിക്കും. അതാണ് ന്യൂറോ സർജറിയിലെ റോൾ അവിടെ വരുന്നത്. സോ ഇപ്പോൾ സർജറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സർജറിയാണ് ഇപ്പോൾ ഒരു റോഡ് അപകടത്തിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ന്യൂറോ സർജന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒന്ന് തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങളും രണ്ടാമത് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒന്ന് ഇപ്പം ഹെമറ്റോമ, തലച്ചോറിന് വെളിയിലുണ്ടാകുന്ന ഹെമറ്റോമ ഇവാക്യുവേറ്റ് ചെയ്യുക, തലയോട്ടി തുറന്നതിന് ശേഷം ഹെമറ്റോമ എടുത്ത് കളയുക എന്നുള്ളതാണ് ക്രാനിയോട്ടമി. അത് ഡീകംപ്രസീവ് ക്രാനിറ്റി, തലോട്ടി എടുത്തും വെക്കാതിരിക്കാം, അല്ലെങ്കിൽ വെച്ചിട്ടുള്ളതായിരിക്കും. 2 രീതിയിലുള്ള സർജറി ചെയ്യാം. അതേപോലെ സ്പൈനൽ കോഡിൽ വരുന്ന പ്രശ്നങ്ങൾ വെർട്ടിബ്ര ഫ്രാക്ചർ ആകുവാണെങ്കിൽ ഈ പറഞ്ഞ ഡീകംപ്രഷൻ ചെയ്യുക. ഡീകംപ്രഷൻ ചെയ്തിട്ട് ഫിക്സേഷൻ, ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഫിക്സേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള സമയം സ്പൈനൽ കോഡിന് വേണ്ടി വെർട്ടിബ്ര ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളും തലയോട്ടിയുടെ സംബന്ധമായി ബ്ലീഡിങ് വെളിയിലോട്ട് എടുത്ത് മാറ്റുക. പിന്നെ അതല്ലാതെ വേറെ കണ്ടിയൂസെക്ടമി, അതായത് തലച്ചോറിൽ തന്നെ ഒത്തിരി ക്ഷതം ഉണ്ടെങ്കിൽ കണ്ടിയൂഷൻ എടുത്ത് മാറ്റുക എന്നുള്ള കണ്ടിയൂസെക്ടമി, അങ്ങനെ പല പ്രൊസീജിയറുകളാണുള്ളത്. ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പും പരിപാടികൾ എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ? അത് തന്നെ പറഞ്ഞു, നമ്മൾ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞല്ലോ തലച്ചോറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഓർഗനാണ്, ഒരു എൻജിൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്കത് റീപ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുടെ ഹാർട്ട്. പക്ഷെ തലച്ചോറെന്ന് പറഞ്ഞാൽ ഇപ്പം അനഘയാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞാൽ അനഘയുടെ തലച്ചോറാണ്. ഓക്കെ, അത് തലച്ചോറിന്റെ ഫ്രണ്ടൽ, അതായത് തലച്ചോറിന്റെ ഫ്രണ്ടൽ ഭാഗമാണ്.
ഒരിക്കലും വേറെ ഒരു തലച്ചോറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അനക്കയാകത്തില്ല, അതെ. വേറെ ഒരാളാകത്തന്നേ ഉള്ളൂ. അപ്പം ബേസിക്കലി തലച്ചോറാണ് നമ്മുടെ നമ്മളെന്താണോ ആകുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെല്ലാതായി മാറുക, പല പ്രശ്നങ്ങൾ. അത് നമുക്ക് മനസ്സിൽ ചിന്തിക്കാതെ എന്ത് പ്രശ്നങ്ങൾ തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിലാണല്ലോ ഈ അപകടം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ച് തലച്ചോറിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം വളരെ വലിയൊരു റീഹാബിലിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യൂ. ചില ഭാഗ്യമുള്ള ആൾക്കാരിൽ ചിലപ്പം തലച്ചോറിന് പ്രശ്നങ്ങളൊന്നുമില്ല, തലച്ചോറിന് വെളിയിൽ മാത്രം ഒരു ബ്ലീഡിങ് വരും. അങ്ങനെ പറഞ്ഞ ബ്ലീഡിങ് ആണെങ്കിൽ ആ ബ്ലീഡിങ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറ് നോർമലി ആവും. പക്ഷേ സാധാരണഗതിയിൽ റോട്രാഫിക് ആക്സിഡന്റ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലച്ചോറ് ഒരു വെള്ളത്തിനകത്താണ്, CSF എന്ന് പറയുന്ന ദ്രാവകത്തിനകത്തിരിക്കുന്ന ഒരു ബയോൺസി കാരണം ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്തൊരു സിവിയർ ഹെഡ് ഇഞ്ചുറിക്കാൻ സമയത്ത് തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയ്ക്ക് ചെയ്യുന്ന പോലെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് മാത്രമല്ല, തലച്ചോറിൽ പല സ്ഥലത്ത് ക്ഷതം ഉണ്ടാവും. അപ്പോൾ ആ ക്ഷതം ഉണ്ടാകുന്നത് കൊണ്ട് അത് എടുത്തു കളഞ്ഞാൽ തന്നെ നോർമൽ തലച്ചോറും കുറേ പോകും. അപ്പോഴത്തേക്കും അതിനുള്ള ഫംഗ്ഷൻ, ആ തലച്ചോറിൻ്റെ ആ ഭാഗം ന്യൂറോൺസ് എന്ത് ഫങ്ഷൻസ് ആണോ ചെയ്യുന്നത്, ഫങ്ഷൻസ് പോകുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ശരിക്കും ഒരു ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞാൽ അതിനകത്ത് റീഹാബിലിറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ ഉണ്ട്. ഒന്ന് സ്പീച്ച് തെറാപ്പി ഉണ്ട്, ചിലപ്പോൾ സംസാരശേഷി പോകുന്ന ആൾക്കാരാണെങ്കിൽ സംസാരം. പിന്നെ അതുപോലെ ഫിസിക്കൽ തെറാപ്പി ഉണ്ട്, അതായത് കൈയും കാലുമൊക്കെ അനക്കയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു പാരലൈസ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ അത് കൂടുതലും കൊണ്ടുവരാൻ വേണ്ടി. മൂന്നാമതായിട്ട് വരുന്നതാണ് ഒക്കുപേഷണൽ തെറാപ്പി. അതായത് ഈ രണ്ട് കാര്യങ്ങളും ശരിയായാൽ തന്നെ ആളെ വീണ്ടും ജോലിയിലോട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ള കാര്യങ്ങളിലൂടെ ഉണ്ട് ഒന്നാമത്. പിന്നെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ട്രോക്ക് വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളല്ല ഈ റോട്രാഫിക് ആക്സിഡൻറ്റിൽ വരുന്നത്. കാരണം സാധാരണ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്ട്രോക്ക് വീട്ടിലൊക്കെ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വീട്ടിലാർക്കെങ്കിലും വരുന്നുണ്ടായിരിക്കും. അത് സാധാരണഗതിയിൽ വരുന്നത് എത്രയാണ്, 60-70 വയസ്സിലേക്കാണല്ലോ സാധാരണ ഇത് വരുന്നത്. തീർച്ചയായിട്ടും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മരണം ഉണ്ടാകണം ഇല്ലേ. അതിപ്പോൾ സാധാരണ ഇതിൽ ഏറ്റവും കൂടുതൽ WHO കണക്ക് വെച്ച് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വഴിയാണ് വരുന്നത്. പക്ഷേ റോട്രാഫിക് ആക്സിഡൻറ്റ് നമ്മൾ നോക്കിയാൽ എങ്ങനെയായിരിക്കും, കൂടുതലും 15 to 45 ഇയേഴ്സിലുള്ള ആൾക്കാരായിരിക്കും അപകടത്തിൽപ്പെടുന്നത്. സത്യമല്ലേ? അതായത് നമുക്കറിയാം യങ് ഏണിംഗ് പോപ്പുലേഷൻ, കാരണം ഇവരാണല്ലോ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നത്, നമ്മളാണല്ലോ വണ്ടിയും കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അപകടം പറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ ഫാമിലി, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഹോൾ ഫാമിലി അല്ലെങ്കിൽ ആ ഹോൾ സൊസൈറ്റിയാണ് ശരിക്കും അഫക്റ്റഡ് ആയി വരുന്നത്. മാത്രമല്ല ഒരു അറ്റാക്ക് വന്നാൽ നമുക്കറിയാം ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു അല്ലെങ്കിൽ CABG ചെയ്യുന്നു, ഇതിനൊക്കെ നമുക്കറിയാം ഏകദേശം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ തന്നെ ആകുന്നതാണ്. പക്ഷേ ഈ റോട്രാഫിക് ആക്സിഡൻറ്റ് എന്താ, തലച്ചോറിന് പരിക്ക് പറ്റുന്ന പോലെ കൈക്കും പറ്റും, കാലിനും പറ്റും, നെഞ്ചിനും പറ്റും, പല പ്രശ്നങ്ങളാണ് വരുന്നത്. ഇതെല്ലാം കൂടെ ശരിയാക്കിയതിന് ശേഷം പിന്നെ റീഹാബിലിറ്റേഷന് പോകുമ്പം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ ഇതാരാ അഫോർഡ് ചെയ്യുന്നത്? ഇത് അഫോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഒന്നാമത് തന്നെ ഇയാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ കുടുംബം ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്താണ് ഇത്. അപ്പം ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ഏതാണ് കഴിയുമ്പോഴേക്കും ആൾ ശരിക്കും ഫാമിലി തന്നെ ഡ്രെയിനായി പോകും. അപ്പം അങ്ങനെ അപ്പം ശരിക്കും ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ, പ്രൊഫൈലാക്സിസ്. അതായത് വരാതെ നോക്കുക. അതാണ് ഈ റോഡ് സേഫ്റ്റി വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ ആക്ച്വലി ഡോക്ടറോട് ചോദിക്കാൻ വരുന്നത്, ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്താണ് ഡോക്ടറിനോട് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിസ്സാരമായി ഇപ്പം നമ്മളെല്ലാവരും പേടിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളായാലും തന്നെ ഇപ്പോൾ വണ്ടിയിൽ വരുന്നത് എന്തിനായിരിക്കും, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ക്യാമറ ഇത് കണ്ടിട്ട് ഉടനെ ക്യാമറ വരുമ്പോൾ ബെൽറ്റ് ഇടുക അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് ഇനി ഇപ്പം അടുത്ത ജംഗ്ഷനിൽ സാധാരണ എപ്പോഴും പോലീസ് ഇപ്പോൾ ഉണ്ടായിരിക്കും, എന്നാൽ പിന്നെ ഹെൽമെറ്റ് കൂടെ വെച്ചിട്ട് ഈ ഒരു ഇതിലാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഈ ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്സിഡൻ്റ് അല്ല അതുകൊണ്ട് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ ആ വഴിയിൽ ചിലപ്പോൾ ഒരു കല്ല് കിടക്കുന്നതുകൊണ്ട് മാത്രം അവിടെ തെന്നി വീണ് തലയിടിച്ചിട്ട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ വണ്ടി എപ്പോഴും ഓടിക്കുന്നോ നമ്മൾ ഏറ്റവും സേഫ്റ്റിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ പോലീസിനെ പിടിച്ച് MVD പിടിച്ചിട്ട് ചെയ്യേണ്ടതല്ല, നമ്മുടെ സുരക്ഷയിൽ ചെയ്യണം. കാരണം ചെയ്തില്ല എങ്കിൽ, കാരണം നമുക്കറിയാൻ പറ്റത്തില്ല ഇതെപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞില്ലേ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ന്യൂറോ സർജറി പ്രാക്ടീസ് ചെയ്യുന്ന തുടക്കം തൊട്ടേ കാണുന്നതാണ്. ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഈ വീഴുമ്പോൾ തലയോട്ടിയിൽ നല്ല പൊട്ടൽ കാണും, തലച്ചോറിൽ ബ്ലീഡിങ് കാണും. കാരണം എന്താ, ഹെൽമെറ്റ് സ്ട്രാപ്പ് ഇട്ടിട്ടില്ല. കാരണം ഇതാണ് ഏറ്റവും വലിയ കാരണം. ഞാൻ ഇപ്പം എല്ലാ ഹെൽമെറ്റ് ഇട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പല ആൾക്കാർ ലേഡീസിൻ്റെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കാരണം ഈ ചിന്നിൻ്റെ അവിടെ കട്ടിയുള്ള സാധനം വരുന്നില്ല, അവർ ചിലപ്പോൾ സ്ട്രാപ്പ് ഇട്ടിട്ടായിരിക്കും ഓടിക്കുന്നത്. പക്ഷേ ഈ കൂടുതലും മറ്റേ അല്ലാതുള്ള ഹെൽമെറ്റുകളൊക്കെ ചുമ്മാ എടുത്ത് വെക്കുക ചെയ്യുന്നത്. ഈ ചുമ്മാ എടുത്ത് മേളിലോട്ട് വെക്കുന്ന ഹെൽമെറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തല കുനിച്ചാൽ മതി, അത് താഴെ പോകും. അപ്പോൾ നിങ്ങൾ നാലേക്ക് ഒരു വയലന്റ് ഫോഴ്സിൽ വന്ന ആൾ വീഴുമ്പം, ഇയാൾ വീഴുമ്പോൾ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ ഈ ഹെൽമെറ്റ് തെറിച്ചു പോകും. എന്നിട്ട് തലയോട്ടി തലച്ചോറെ മീൻസ് തലയെ ഇടിക്കത്തുള്ളൂ.
അപ്പോൾ അങ്ങനെ ഒരിക്കലും സ്ട്രാപ്പ് ഇടാതെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് എപ്പോഴും നമ്മൾ ഹെൽത്ത് ഈ അപകടങ്ങൾ വലിയ സംഭവിക്കുന്ന എല്ലാ ആൾക്കാരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പറയാറുണ്ട്. കാരണം പക്ഷേ നല്ല അപകടം പറ്റുന്നത് എന്തുകൊണ്ടാണ്? തെറിച്ചു പോകുന്നു. അപ്പോൾ ഇതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം 2 വീലേഴ്സാണ് ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ അപകടങ്ങൾ കൂടുതലും. കാറൊക്കെ ഇച്ചിരി സേഫ് ആണല്ലോ എന്തായാലും. അപ്പോൾ ഉണ്ടാകുന്ന 2 വീലേഴ്സിലാണ്. അപ്പോൾ ഈ ഒറ്റ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ചിൻ സ്ട്രാപ്പ് ഇടാതെ ഹെൽമെറ്റ് വെക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഡോക്ടർ വരുന്നത് KMC ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും TV-യിൽ കാണുന്ന ഒരു ആഡാണ് ATPP എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് ആ സംഭവം? ഓക്കെ, അത് നമ്മൾ KMC ഹോസ്പിറ്റലിലായിട്ട് തന്നെ തുടങ്ങിയേക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഫാദർ അലക്സാണ്ടർ കൂടാരത്തിൽ അദ്ദേഹം തുടങ്ങിയൊരിതാണ്. അതായത് ആക്സിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം വിത്ത് പബ്ലിക് ഇനിഷ്യേറ്റീവ് എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇപ്പം എനിക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴേക്കും ഒരു അപകടം സംഭവിച്ചു. ഈ അപകടം സംഭവിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്നൊരു വലിയ രക്തധമനി പൊട്ടി. അപ്പോൾ രക്തധമനി രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡാണ് ഉള്ളത്. അപ്പോൾ ഈ ആളെ നമ്മൾ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഈ ഗുഡ് സമാരിറ്റൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈകും. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ കൺസെപ്റ്റിൽ ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചറി നമ്മൾ പറയാറുള്ളത് ഗോൾഡൻ അവർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആളുടെ ജീവൻ രക്ഷിക്കാനും വൈകല്യങ്ങൾ കുറയ്ക്കാനായിട്ടും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു അപകടത്തിൽ കിടന്ന ഒരാളുടെ വലിയൊരു രക്തധമനി പൊട്ടിയിട്ട് അതിനകത്ത് ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരാൾക്ക് ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം ചിലപ്പോൾ ആളെ രക്ഷിക്കാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? ചോര വാർന്നു പോകുന്നത് കൊണ്ടും ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടും സർക്കുലേഷൻ നിൽക്കുന്നത് കൊണ്ടും ആൾക്ക് മരണപ്പെടാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പ്. ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ വേറെ എന്താ പറയുക, അതായത് ഇപ്പോൾ വായിൽ എന്തെങ്കിലും സാധനം പോയി, അല്ലെങ്കിൽ ഒരാൾ ചോക്ക് ചെയ്യുന്നു. ചോക്ക് ചെയ്യാൻ നേരത്ത് നമ്മളൊരു മെനവർ കൊടുക്കും. അപ്പം ആ മെനവർ കൊടുത്ത് വെളിയിലോട്ട് ആ തൊണ്ടയെന്നുള്ള സാധനം വെളിയിലോട്ട് വന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ട് നാളെ രക്ഷപ്പെടുമോ? ഇല്ല, കാരണം ഒബ്വിയസ്ലി അയാൾ മരിച്ചു. അപ്പോൾ ഈ ചില കാര്യങ്ങൾ ഈ ഗോൾഡൻ അവർ അല്ലെങ്കിൽ പ്ലാറ്റിനം 10 മിനിറ്റ്സ് എന്ന് പറയും, ആദ്യത്തെ സമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമ്മൾ ആംബുലൻസിൽ കൊണ്ടുവന്ന് പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ എത്തിച്ചാലും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇത് ആളെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ രക്ഷിക്കണമെങ്കിൽ ഈ ആൾക്കാർക്ക് ഒരു ഐഡിയ വേണം. യു ഡസ് വാട്ട് യുവർ ബ്രെയിൻ നോസ് എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറ് എന്താണോ അറിയുന്നത് അതേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു എമർജൻസിയിൽ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ നേരത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ കുറേ ബേസിക് ആയിട്ടുള്ള എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അതെല്ലാം എന്താണ്, ഡിസബിലിറ്റി എന്താണ്, ബ്ലീഡിങ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി ഐഡിയ ഉണ്ടാകുമ്പം ഈ പറഞ്ഞൊരു ആക്സിഡൻറ്റ് നടക്കാൻ നേരത്ത് നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ഇവരുടെ വഴി ചെയ്യാൻ കഴിയും. ശരി, അതൊരിക്കലും ഹോസ്പിറ്റൽ, കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇപ്പം നമുക്കൊരു അറ്റാക്ക് വന്നിട്ടൊരു പേഷ്യൻ്റ് കിടക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പം കാർഡിയോ പൾമണറി റീസസിറ്റൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അയാളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അയാളെ ആശുപത്രി കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അതായത് വീട്ടിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിലെ പബ്ലിക്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറ്റുവാണെങ്കിൽ അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ആക്സിഡന്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ വിത്ത് പബ്ലിക് ഇനിഷ്യേറ്റീവ് എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവരികയും അതുവഴി നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനായിട്ട് വരുന്ന ആൾക്കാരെ ആദ്യം പഠിപ്പിക്കുന്നു. പിന്നെ സെക്കൻഡ് ലൈനിൽ വരുന്നത്, അതായത് പോലീസ്, ഫയർഫോഴ്സ്, അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സ്, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ്, അങ്ങനെ ആ ഓരോരോ സ്റ്റേജിൽ നമ്മൾ അവരെ എന്താണ് ഫസ്റ്റ് എയ്ഡ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് CPR, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അതങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് ബേസിക്കലി നമ്മൾ ഹോൾ സമൂഹത്തെയാണ്, സൊസൈറ്റിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും എങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുവരണം എന്നുള്ള ഐഡിയ, എങ്ങനെ അവരെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ഗോൾഡൻ അവറിൽ സംഭവിക്കുന്ന മരണങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും. കാരണം കൂടെ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ വീട്ടിൽ തന്നെ എടുത്ത ഇപ്പം നമ്മൾ റോഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ തന്നെ ഇപ്പം വീട്ടിൽ തന്നെ നമുക്കൊരാൾക്ക് ഒരു കൊച്ചിന് പെട്ടെന്ന് തൊണ്ടയിൽ ഒരു സാധനം പോയി അറിയത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കുഴഞ്ഞു വീഴുമ്പോൾ നമുക്കറിയത്തില്ല ഹാർട്ടിൻ്റെ പ്രശ്നമാണോ ബ്രെയിനിൻ്റെ പ്രശ്നമാണോ. ഈ കാര്യങ്ങൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊരു റീഇൻഷുറൻസ് ആവും, അവർക്ക് തന്നെ അവർ ഫസ്റ്റ് എയ്ഡായിട്ട് ആക്ട് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ അവർ അപ്പം ആക്ട് ചെയ്താലേ ആൾ രക്ഷപ്പെടത്തുള്ളായിരിക്കും. അത് അവർക്ക് അറിയത്തില്ലായിട്ടാണല്ലോ അവർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ATPP പ്രോഗ്രാമിൽ ഉദ്ദേശം. തീർച്ചയായിട്ടും എന്തുകൊണ്ടും വീട്ടിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. താങ്ക് യു സോ മച്ച് ഈ ഒരു റോഡ് സേഫ്റ്റി വാരാചരണത്തിൽ നമ്മുടെ കൂടെ വന്നതിനും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.